ഹായ് എല്ലാവർക്കും നമസ്കാരം. ജസ്നയാണ്. ഞാൻ ഇന്ന് പോകുന്നത് മലപ്പുറം ജില്ലയിലെ വേങ്ങര സഭാ സ്ക്വയറിലേക്കാണ് കേട്ടോ. ഇവിടെ ഈ ഒരു കാഴ്ച കാണുന്നില്ല നിങ്ങള്? ഇങ്ങനെയൊക്കെ ആളുകളെ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഒരാള് ഒന്നും പ്രതീക്ഷിക്കാതെ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അയാളൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പൊ വാ. അപ്പൊ നമ്മുടെ സഭാ സ്ക്വയറിന്റെ ഓളിനോളായിട്ടുള്ള സഭാക്ക നമ്മോടൊപ്പം ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പൊ ഈ കാണുന്ന അത്ര തന്നെ അടിയിക്കുണ്ട് കേട്ടോ ആള്. പിന്നെ അത് വിനയം കൊണ്ട് പറയാണ് ഒന്നും ഇല്ല എന്നുള്ളത്. പിന്നെ ശരിക്കും എന്തൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ? ഇവിടെ ബേസിക്കലി പറഞ്ഞാല് നമ്മളെ വേങ്ങരയില് നടക്കാനും ഒന്നും ആളുകൾക്ക് പുറത്തു പോകാനും സ്ഥലമില്ലാത്ത ഇതിൽ നിന്നാണ് നമ്മൾ ഈ ആശയം ഉണ്ടായത്. അപ്പൊ നമ്മളിങ്ങനെ മെല്ലെ ഏകദേശം ഇത് രണ്ട് വർഷത്തോളം ഇതിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് ആദ്യം ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ടാക്കി, പിന്നെ നമ്മൾ നടപ്പാത ഉണ്ടാക്കി, ആൾക്കാർക്ക് നടക്കാൻ 400 മീറ്ററിന്റെ നടപ്പാത ഉണ്ടാക്കി, അതോടൊപ്പം ജിം ഉണ്ടാക്കി. അതിന്റെ ഒക്കെ ഉദ്ഘാടനം കഴിഞ്ഞ് വന്നു. പിന്നെ 2 പ്രാവശ്യം നമ്മൾ ഫുട്ബോൾ വെച്ചു. അത് വൻ വിജയ, ആൾക്കാർ ഭയങ്കര. പിന്നെ നമ്മള് ഗാർഡനൊക്കെ നന്നായി സെറ്റ് ചെയ്ത് അതിന്റെ ടീം ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങൾ എന്നെ മുന്നേ കണ്ടിട്ട് വലിയൊരു ടീമുണ്ട്. അതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ അപ്പൊ ഇവിടെ കുട്ടികൾ കുറെ വന്ന് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കണു. കാരണം ഓൾക്ക് കളിക്കാന് ചെറിയ മക്കളല്ലേ, 3 വയസ്സും 5 വയസ്സും. അപ്പൊ എന്ത് ചെയ്തു, എനിക്കാണെങ്കിൽ 3 പേരക്കുട്ടികൾ, 3 പെൺകുട്ടികളാണ്. അപ്പൊ ഓർക്കും ഭയങ്കര ഇഷ്ടമായത്. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് എന്ത് ചെയ്ത് കഴിഞ്ഞ നവകേരള സദസ് മന്ത്രിമാരൊക്കെ ഇവിടെ വന്നു. അപ്പൊ അതോടുകൂടി നമ്മളെ ഗ്രൗണ്ട് കുറച്ചും കൂടി ഒന്ന് ഫേമസ് ആയി. എല്ലാവരും വന്നു. ഇവിടെ രാഷ്ട്രീയം ഒന്നുമില്ല, ഇതിനുള്ളിൽ വന്ന രാഷ്ട്രീയം എല്ലാവർക്കും വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്കും രാഷ്ട്രീയമുണ്ട്. പക്ഷെ സഭാ സ്ക്വയർക്ക് വന്ന ആരോഗ്യമാണ് നമ്മളെ മെയിൻ. അതാണ് നമ്മൾ ഇവിടുത്തെ രാഷ്ട്രീയം. ഇത് സ്വന്തം പ്രോപ്പർട്ടിയാണോ? സ്വന്തം പ്രോപ്പർട്ടി. എന്റെ വാപ്പ എനിക്ക് തന്നതാണ്. എന്റെ വാപ്പ ഒരു എന്താ പറയാ കുറെ കാലമായിട്ട് ഗൾഫിലൊക്കെ ഇത് കുറെ വാപ്പാന്റേതായ കുറെ സ്വത്തുക്കളുണ്ട്, അതിന്റെ ഭാഗമായി കിട്ടിയതാണ് ഇത്. അപ്പൊ ഇത് നമുക്ക് നാട്ടുകാർക്കും കൂടി ഉപകാരപ്പെടണം. ഞാൻ അത്യാവശ്യം നന്നായി ഫണ്ട് ഈടാക്കുന്നുണ്ട് ഒരു ഉറപ്പില്ല, ഇതുവരെ നമ്മൾ വാങ്ങിയിട്ടില്ല. കാരണം എന്താ പറയാ, നമുക്ക് എനിക്ക് ആരോഗ്യമാണല്ലോ. അപ്പൊ എന്നോടൊപ്പം എന്റെ ഭയങ്കരക്കാർക്കും അങ്ങനെ എന്റെ നാട്ടുകാരല്ലേ അവർക്ക് കൂടി ഇല്ലാതെ ഞാൻ ഇങ്ങനെ വലിയ നല്ല ആരോഗ്യത്തിൽ ഇങ്ങനെ നടക്കണ്ടല്ലോ. ശരി. അപ്പൊ നമ്മള് ഈ കൂടുതലും നിങ്ങൾ കണ്ടില്ല, ഏകദേശം ഒരു 1000 മേലെ ആൾക്കാർ വന്നു, കുറെ സ്ത്രീകൾ അടക്കം വന്നു. അപ്പൊ അവര് നടന്ന് കാണുന്ന സന്തോഷം അപ്പൊ അതിലേറൊക്കെ രസമായതൊന്നാണ്. നമ്മളിങ്ങനെ കുട്ടികളെ പാർക്ക് കണ്ടില്ലേ, കുട്ടികളെ പാർക്കിൽ വൈകുന്നേരം ഒരു 500 കുട്ടികളെ മിനിമം 500 കുട്ടികളുടെ മേലെ വരുള്ളൂ. അത് വെള്ളി ശരി സ്കൂളില്ലാത്ത ദിവസമാണ് പറയണ്ട. അതിനുള്ളിൽ ഇങ്ങനെ ആയിരിക്കും. പക്ഷെ അവരിന്ന് കാണുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് നമുക്ക് ഇനി എത്ര കോടികൾ കിട്ടിയിട്ടും അതിന്റെ ഒക്കെ മേലെയാണ് ഏത് ആ സന്തോഷം. അത് നമുക്ക് ഒരാളോട് പറഞ്ഞാല് അത് എങ്ങനെയാ പറയാ, നമ്മളെ ഈ ആ ഒരു എന്താ പറയാ, അതിന്റെ ആ ഒരു എങ്ങനെയാ ആ ഫീല് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് അനുഭവിക്കണം. പൈസ നമുക്ക് കുറെ കൂട്ടി വെച്ച് കാണുവാണെങ്കിൽ കോടിയായി, 2 കോടിയായി, 100 കോടിയൊക്കെ ഇങ്ങനെ കൊണ്ടുപോവാം. ഇത് നമുക്ക് എങ്ങനെ ഇതിന്റെ അളവ് നമുക്ക് കണക്കാക്കാൻ പറ്റും. അപ്പൊ അതേപോലെ ഇവിടെ കുറെ പ്രായമുള്ളവരൊക്കെ നടന്ന് പോലെ കയ്യും കാലൊക്കെ സുഖമായിട്ട് നടന്ന് എന്നിട്ട് പറയുന്നത് സഭാഹേ, ഇവിടെ നടന്നുകൊണ്ട് എനിക്ക് കിട്ടണ എന്റെ ആരോഗ്യം നന്നായി, അല്ലെങ്കിൽ എനിക്ക് ഒന്ന് ബാത്റൂമിലൊക്കെ പോകാൻ പറ്റി, അല്ലെങ്കിൽ നമ്മളിവിടെ വന്നിരുന്ന് കുറെ നേരം. അതുകൊണ്ടാണ് ആ ഒരു ആശയത്തിൽ നിന്ന് നടപ്പാതെന്നുള്ള ഈ ഒരു ഉദ്ഘാടനം ചെയ്യാൻ കാരണം. അപ്പൊ ഉണ്ടായതെന്ന് പറഞ്ഞാൽ നമ്മൾ ആളുകൾക്കൊക്കെ ഈ കാലിന്റെ